ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ റെഫർ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വിഡ്രോ ഓപ്ഷൻ വരുന്നത് UPIയും അതുപോലെ തന്നെ റെഡീം കോഡാണ്. പേയ്മെൻ്റ് എല്ലാം പക്കയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. മാക്സിമം ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് അതുപോലെ തന്നെ ക്യാമ്പയിൻസ് എല്ലാം അതിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമ്പയിൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക നേരം നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സൈനപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഒരു 100 കോയിൻസ് ഫ്രീ ആയി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്ലെയിം എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ വാലറ്റിലോട്ട് അത് ആഡ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഏൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് സ്റ്റാർട്ട് ദി ഗെയിം നൗ എന്ന് പറഞ്ഞിട്ടൊരു ബാനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം പെർമിഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അലൗ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്ലേ ടൈമിൻ്റെ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇത് തന്നെ ഫോക്കസ് ചെയ്താൽ മതി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്, എന്താ പറയുക, എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ പെർമിഷൻ നിങ്ങൾ അലൗ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, അക്സെപ്റ്റ് എന്ന് അവരോട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക, അത്രേ വരുന്നുള്ളൂ. അതിനാണ് ഇവർ നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ടാസ്ക് നിങ്ങൾ നോക്കുക. ഇതിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 850 കോയിൻസ് ആണ്. 1 മിനിറ്റ് നേരം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 33 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ടാസ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്ത് വെക്കുക, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടാസ്കിൻ്റെ താഴെയായിട്ട് പ്ലേ നൗ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഏത് ടാസ്ക് ആയാലും നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും വരെ ആ ഒരു ഇൻ്റർഫേസിൽ തന്നെ വെയിറ്റ് ചെയ്യുക. അതായത് പ്ലേ സ്റ്റോറിൽ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റാൾ ആവും വരെ. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യുക. എങ്കിലേ കറക്റ്റായിട്ട് ട്രാക്കിംഗ് ആവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ട്രാക്കിംഗ് കട്ടാവും. അപ്പോൾ നമുക്ക് കോയിൻസ് ഒന്നും ആഡ് ആവില്ല. സോ അവിടെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മൈ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു സെക്ഷനിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എത്ര ടൈം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോയിൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ മിനിമം 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിലും നമുക്ക് ആ ഒരു 1 മിനിറ്റിൻ്റെ കോയിൻസ് എങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ് ഡെയിലി ബോണസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാനറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പബ് സ്കെയിലിൻ്റെ സെക്ഷനാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ ഇവിടെയും ഇഷ്ടംപോലെ ടാസ്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ കൊടുത്തുള്ള ടാസ്കിന് എന്താ പറയുക, സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ടാസ്കിൻ്റെയും താഴെയായിട്ട് വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലവർ പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക, 5 മിനിറ്റ് നേരം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് 368 കോയിൻസ് കിട്ടുന്നതായിരിക്കും. ബാക്കി കോയിൻസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെയായിട്ട് കുറച്ചുകൂടെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു ടാസ്കിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 544 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ ടാസ്കിനും അതിൻ്റേതായ സ്റ്റെപ്സ് ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഏത് ടാസ്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും അതിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞിട്ടും എന്തായാലും ഒരു 2 മിനിറ്റ് നേരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റായിട്ട് ട്രാക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് കമ്പനീസിൻ്റെ ടാസ്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പബ് സ്കെയിലാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ആയിട്ട് സൂപ്പർ ഓഫർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നതും നമ്മുടെ പബ് സ്കെയിലിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഇനി അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് പ്ലേ ക്യൂസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ വരുന്നത് മാക്സ് ക്യൂസ് ആണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 9 + 66 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. താഴെയായിട്ട് ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 75 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ട് എന്താ പറയുക, ക്ലെയിം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ചെറിയൊരു ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ആ ഒരു കോയിൻസ് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും.
അപ്പോൾ ഓരോ ടാസ്കിനെ നമുക്ക് 8 കോയിൻസ് വെച്ചിട്ടാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഗോ ഹെഡ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും എന്താ പറയുക ടാസ്കും കാര്യങ്ങളൊക്കെ ക്വിസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡെയിലി നമുക്ക് 10 പ്രാവശ്യമാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇവിടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്പിൻ വീൽ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് സ്പിൻ ചെയ്തോണ്ടും കോയിൻസ് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ടോപ്പ് കോയിൻ വരുന്നത് 15 കോയിൻസ് ആണ്. സോ ഡെയിലി 10 പ്രാവശ്യമാണ് നമുക്ക് ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്പിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സ്പിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റാൻഡായിട്ടുള്ള കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 11 കോയിൻസ് ആണ്. ക്ലെയിം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചെറിയൊരു ആഡ് വരും. ആഡ് നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കോയിൻസ് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സ്പിന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇവിടെ മൈൻസ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള കുറച്ച് ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കോയിൻസ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ബോക്സിൽ എവിടെയോ ഒരു ബോംബ് ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ബോംബാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഈ ഒരു ടാസ്ക് എന്താ പറയുക സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. മറിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൽ ഫ്രൂട്ട്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കോയിൻസ് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. ഡെയിലി 10 പ്രാവശ്യമാണ് നമുക്ക് ഇതും എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കുക, ഇടയിലത്തെ ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനനുസരിച്ചിട്ട് നമുക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ 3 ഓപ്പൺ ചെയ്തു, 4ാമത്തത് ഓപ്പൺ ചെയ്തു, അവിടെ ഫ്രൂട്ട്സാണ് വന്നത്. 5ഉം ഓപ്പൺ ചെയ്തു, പിന്നെ 6ാമത് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ബോംബ് വന്നു. സോ ഒരു ഗെയിം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി. 5 കോയിൻസ് നമ്മളെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം വരുന്നത്. നമ്മൾ എത്ര ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് കോയിൻസ് വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെയും കമ്പനീസിൻ്റെ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്, ബിറ്റ് ലാബ്സ് അല്ലെങ്കിൽ CPX എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാനുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പബ് സ്കെയിലിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ പ്ലേ ടൈമുമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200 കോയിൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ടാസ്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അവർ സൈനപ്പ് ചെയ്താൽ മാത്രം മതി. ആ ഒരു സ്പോട്ടിൽ കോയിൻസ് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെഫറും കൂടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ. വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയായിട്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് UPM അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡാണ് വരുന്നത്. UPIയിലേക്ക് മിനിമം വിഡ്രോയിൽ വരുന്നത് 1300 കോയിൻസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയാണ്. 2600 കോയിൻസ് ഉണ്ടെങ്കിൽ 20 രൂപ വിഡ്രോ ചെയ്യാം. 6500 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപയും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട കോയിൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷെ നമുക്ക് സിമ്പിളായി തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് കോയിൻസ് മെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പേയ്മെൻ്റ് എല്ലാം പക്കയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ 24 ഹവേഴ്സിനുള്ളിൽ പേയ്മെൻറ്റ് എന്തായാലും റിസീവ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.